നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. പണ്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഈ അലങ്കാരം പഠിക്കുമല്ലോ, ഉപമ, ഉൽപ്രേക്ഷ, അർത്ഥാന്തരന്യാസം, ഇതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഈ രാജാവിനെ വർണ്ണിച്ചതാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. രാജാവിൻ്റെ മുഖം ചിലപ്പോൾ വസൂരിക്കല പിടിച്ചതായിരിക്കാം. എന്നാലും രാജാവിൻ്റെ ഈ ചോറുണ്ട് കൊട്ടാരത്തിൽ കഴിയുന്ന കവികൾ അങ്ങനെ പാടാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തല കാണില്ല, തലയില്ലെങ്കിൽ പിന്നെ വൃത്തികേടല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ കുറേ മന്ത്രിമാരും MLA-മാരും ഒക്കെ നമ്മുടെ കാരണഭൂതനെ ഇപ്പോൾ അങ്ങനെ വാഴ്ത്തിക്കൊണ്ട് വരികയാണ്. നവകേരള സദസ്സ് അങ്ങ് വടക്ക് നിന്ന് തെക്കോട്ടെടുത്തോണ്ടിരുന്ന അവസരങ്ങളിലെല്ലാം ഓരോ മണ്ഡലത്തിലും ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോരോ വിശേഷണമാണ് ഇങ്ങനെ കൊടുത്തു വരുന്നത്. കാരണഭൂതനും ഇതുപോലെ മറ്റു പലരെയും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. പരനാറി, കുലംകുത്തി, നികൃഷ്ടജീവി, അങ്ങനെ അതുപോലെ ഇപ്പോൾ സഖാക്കന്മാർ വളരെ സ്നേഹത്തോടുകൂടി വളരെ ലാളനയോടുകൂടി നിരവധി പദപ്രയോഗങ്ങളാണല്ലോ നടത്തുന്നത്. ഒടുവിൽ തിരുവനന്തപുരത്ത് നവകേരള സദസ്സ് സമാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ എന്താണ് പറഞ്ഞത്? സൂര്യനാണ് പോലും കത്തിജ്വലിക്കുകയാണ്, അടുത്തോട്ട് ചെന്നാൽ കത്തി കരിഞ്ഞു പോകും. സൂര്യൻ്റെ അടുക്കലോട്ട് പോയാൽ പിന്നെ കരിയുമല്ലോ. അങ്ങനെ നിൽക്കുന്ന ആളാണ് നമ്മുടെ കാരണഭൂതൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ONV പണ്ട് ഈ കവിത എഴുതിയത് സൂര്യഗീതം. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, നമ്മുടെ കാരണഭൂതനെ കണ്ടുകൊണ്ട് നേരത്തെ എഴുതി വച്ചിട്ട് പോയതായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ വർണ്ണനയും വിശേഷണങ്ങളും ഒക്കെ കൊടുത്തിങ്ങനെ കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവമില്ല എന്ന് പറയുന്നവരാണ് ദൈവത്തിൻ്റെ വരദാനമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ആലോചിക്കണേ. തീയിൽ കുരുത്ത കുതിര എന്നൊക്കെയാണ്, നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിശേഷണമാണ് കൊടുത്തുകൊണ്ടുവരുന്നത്. വിശേഷണത്തിൻ്റെ അങ്ങേയറ്റത്ത് പാരമ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ മന്ത്രിമാർ തന്നെ മത്സരമാണ് ഈ വാഴ്ത്തുന്ന കാര്യത്തിനകത്ത്. കൊട്ടാരങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, സ്തുതിപാഠകന്മാരുണ്ടായിരിക്കും. ഓരോ കവികളും അവരവരെ കഴിയുന്ന രീതിയിൽ വർണ്ണിച്ചിങ്ങനെ കൊണ്ടുവരും. എങ്കിൽ മാത്രമേ അവിടുന്ന് കൂടുതലായിട്ട് ഈ പട്ടും വളയും ഒക്കെ ഇങ്ങനെ സമ്മാനമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ മന്ത്രിമാരെങ്ങനെ വാഴ്ത്തിക്കൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ വാസവന് തുറമുഖ വകുപ്പ് കൂടെ കിട്ടി. ഇപ്പം മത്സരമാണ് ഏത് തരത്തിൽ വർണ്ണിച്ചു കൊണ്ടുവരണമെന്നുള്ളത്. അപ്പം ഫുൾ A+ ആർക്ക് കിട്ടുമെന്നുള്ളതുമാണ്. നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററാണ് പറഞ്ഞതാണ് ഈ കത്തി കരിഞ്ഞ് പോകും അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കണേ, സൂര്യനാണ് പോലും. അപ്പോൾ അങ്ങനെ നിരവധി വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ വളരെ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ കാരണഭൂതൻ. പണ്ട് VS-ന് അനുകൂലിച്ചുകൊണ്ട് കേരളം മുഴുവൻ വലിയൊരു അനുകൂല തരംഗമുണ്ടായി മുദ്രാവാക്യം വിളിച്ച സമയത്ത് അസഹിഷ്ണുതയോടുകൂടി പാർട്ടി സെക്രട്ടറി പദവിയിലിരുന്ന ആളാണ് നമ്മുടെ ഈ കാരണഭൂതൻ. അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയതാണ്. VS-ന് ഏതെങ്കിലും തരത്തിൽ VS കണ്ണേ കരളേ VS എന്ന് കേരള ജനത വിളിച്ചപ്പോൾ സഹിക്കാൻ പറ്റാത്തായി. ഏതെല്ലാം തരത്തിൽ വെട്ടിനിരത്താമെന്നുള്ളത് നോക്കി. അതെല്ലാം കഴിഞ്ഞു. പിന്നീട് P. ജയരാജന് കണ്ണൂരിലെ PJ ആർമിയും എന്നൊക്കെ പറഞ്ഞ് സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ തുടങ്ങിയ അവസരത്തിൽ അവിടെയും വെട്ടിനിരത്തലുണ്ടായി. P. ജയരാജനെ ഒതുക്കാവുന്ന രീതിയിലെല്ലാം ഒതുക്കി. പാർട്ടി ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റി വടകരയിൽ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ചു പരാജയപ്പെടുത്തി. അങ്ങനെ ഒടുവിൽ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തും കൊണ്ടുവന്നിരുത്തി. അങ്ങനെ ഈ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ സൂര്യൻ. അപ്പോൾ ആ സൂര്യന് അടുക്കലേക്ക് ഒരുപക്ഷെ നമുക്ക് ആർക്കും ഇനിയിപ്പോൾ പോകണ്ട. കേരളം മുഴുവൻ കത്തിക്കരിഞ്ഞ് നാശമാക്കി തരും, ചാമ്പലാക്കി തരും നമ്മുടെ കാരണഭൂതനിലൂടെ.